ഒയാസിസ് മീഡിയയുടെ എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവിൽ വന്ദനം. യേശു ക്രിസ്തുവിൻ്റെ അധ്യാപനം ടീച്ചിങ് ഓഫ് ക്രൈസ്റ്റ് എന്ന പഠന പരമ്പരയുടെ 11ാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ പ്രേക്ഷകരെ ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ ഉപമകളുടെ വർഗീകരണം 4 വിഭാഗമായി തിരിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിൽ ആത്മീകവും ധാർമ്മികവുമായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഉപമകൾ എന്ന വിഷയമാണ് ചില എപ്പിസോഡുകളായിട്ട് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ 2ാമത്തെ ഭാഗം സുവിശേഷീകരണ ഉപമകൾ എന്ന ഭാഗത്തേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. ഈ സുവിശേഷീകരണ ഉപമകളിൽ 2 ഭാഗമുണ്ട്. ഒന്നാമത്തെ ഭാഗം നഷ്ടപ്പെട്ടതിനോടുള്ള ദൈവസ്നേഹം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഉപമകളാണ്. 2ാമത്തെ ഭാഗം വീണ്ടെടുക്കപ്പെട്ടതിനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം. ഇങ്ങനെ 2 ഭാഗമായിട്ടാണ് സുവിശേഷീകരണ ഉപമകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഞാനതൊന്ന് വിശദീകരിക്കാം. നഷ്ടപ്പെട്ടതിനോടുള്ള ദൈവസ്നേഹം എന്ന ഭാഗത്ത് ഏതാണ്ട് 3 ഉപമകൾ വിശദീകരിക്കുന്നു. ഒരുപക്ഷെ ഉപമകൾക്കിടയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഉപമകളാണ് ഈ 3. ഒന്നാമത്തത് കാണാതെ പോയ ആടിൻ്റെ ഉപമയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ, ലൂക്കോസ് 15-ന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 2ാമത്തെ ഉപമ കാണാതെ പോയ നാണയം, ലൂക്കോസ് 15-ന്റെ 8 മുതൽ 10 വരെയാണ് കാണാതെ പോയ നാണയത്തെക്കുറിച്ചുള്ള ഉപമ കാണുന്നത്. 3ാമത്തത് നഷ്ടപ്പെട്ടു പോയ മകനെക്കുറിച്ചുള്ള ഉപമയാണ്, ലൂക്കോസ് 15-ന്റെ 11 മുതൽ 32 വരെ. ഈ 3 ഉപമകളാണ് നഷ്ടപ്പെട്ടതിനോടുള്ള ദൈവസ്നേഹം എന്ന വിഷയത്തെ വിശദമാക്കുന്ന ഉപമകൾ. ഈ 3 ഉപമകളും നമുക്ക് സുപരിചിതമാണ്. ഇവിടെ ലൂക്കോസ് 15-ാം അധ്യായം ഈ 3 ഉപമകൾ ആഴമേറിയ ദൈവിക ചിന്തകൾ നൽകുന്ന ഉപമകൾ. ഞാനത് ലഘുവായിട്ടൊന്ന് വിശദീകരിക്കാം. ഈ കാണാതെ പോയ ആടിൻ്റെ ഉപമ, 100 ആടുകളിൽ 1 കാണാതെ പോകും. ഈ നഷ്ടപ്പെട്ടു പോയത് എങ്ങനെ എന്നുള്ളതല്ല വിഷയം. നഷ്ടപ്പെട്ടു പോയതിനോടുള്ള ഇടയൻ്റെ താല്പര്യമാണ്, അതിനെ വീണ്ടെടുക്കാനുള്ള ഇടയൻ്റെ താല്പര്യമാണ് ഇവിടെ വിഷയഭവിച്ചിരിക്കുന്നത്. ഈ ഇസ്രയേലിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ, പാലസ്തീൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇടയനൊരു ഡ്യൂട്ടിയുണ്ട്. ഈ ഇടയൻ്റെ അല്ല ആടുകൾ, യഥാർത്ഥത്തിൽ അതിൻ്റെ യജമാനനുണ്ട്. ഈ ഒരാടിനെ നഷ്ടപ്പെട്ടു പോയാൽ ഒരുപക്ഷെ കാട്ടുമൃഗങ്ങളാൽ അത് കടിച്ചു കീറപ്പെടാം, സിംഹമോ പുലിയോ മറ്റു തര മൃഗങ്ങൾ അതിനെ തിന്നുകളയാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടു പോകാം. പക്ഷെ തിരിച്ചു ചെല്ലുമ്പോൾ ഇടയനൊരു ഉത്തരവാദിത്വമുണ്ട്, യജമാനനോട് കണക്ക് പറയും. അപ്പം മൃഗങ്ങൾ പിടിച്ചുകൊണ്ട് പോയാലും അതിൻ്റെ പുറകെ ഓടിച്ചെന്ന് പറ്റുമെങ്കിൽ ഈ മൃഗം പിടിച്ച ആടിൻ്റെ അവശിഷ്ടങ്ങളെങ്കിലും അവർ കയ്യിൽ കരുതും. എൻ്റെ കാരണം ഇന്നപോലെ നഷ്ടം സംഭവിച്ചു, ഇന്നതാണ് സംഭവിച്ചത് എന്ന യജമാനെ ബോധ്യപ്പെടും. അപ്പം അതൊരു ഇടയൻ്റെ ഉത്തരവാദിത്തമാണ്. യഥാർത്ഥ ദൈവസ്നേഹം കൂടെയുള്ള ആടുകളോട് ദൈവത്തിന് സ്നേഹമില്ലെന്നല്ല, നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ കൊണ്ടുവരണം എന്നുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി. ഒരുപക്ഷെ വിശുദ്ധ ബൈബിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം കൂടി അത് തന്നെയാണ്. സന്ധ്യയാകുമ്പോൾ ഏദനിലേക്ക് ആദവുമായി സംസാരിക്കേണ്ടതിന്, ആ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങി ഭൂമിയിലേക്ക് വരുന്ന ദൈവ സാന്നിധ്യം, ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ, ഒരുമിച്ചുള്ള നടത്തം, ഈ സന്ധ്യാസമയമൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വേദനാജനകമായ ഒരു അന്തരീക്ഷം. മനുഷ്യൻ, പക്ഷികൾ എല്ലാം തന്നെ കൂടണയുന്ന ഒരു സമയമാണ്. മനുഷ്യൻ ഏകാന്തതയിലേക്കൊക്കെ വഴുതി പോകുന്നൊരു സമയമാണ്. ആ സമയത്താണ് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്. ഞാൻ ഓർക്കാറുണ്ട്, ഈ കുടുംബ പ്രാർത്ഥനയൊക്കെ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ചിന്തകളിലെ നമുക്ക് വേണമെങ്കിൽ കോർത്തിണക്കാം. കാരണം സന്ധ്യയിലാണ് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. വെയിൽ ഒന്ന് അവസാനിക്കുമ്പോൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ, ഈ സന്ധ്യയിൽ നമ്മൾ ഒരുമിച്ച് കുടുംബമായിട്ടൊക്കെ ഇരുന്ന് ദൈവ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരുപക്ഷെ അതിൻ്റെ ഒരു പിന്തുടർച്ചയായിരിക്കും. അതിൽ നിന്നുള്ള ആശയമൊക്കെ ഉൾക്കൊണ്ടിട്ടായിരിക്കാം നമ്മുടെ പിതാക്കന്മാരൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം,
ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ, ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ദൂതന്മാർക്കൊപ്പം വസിക്കാനല്ല, ഭൂമിയിലുള്ള മൃഗങ്ങൾക്കൊപ്പം വസിക്കാനല്ല, ഭൂമിയിലെ എല്ലാ സൗന്ദര്യമായ കാര്യങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം വരുന്നത്. ദൈവം തൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യനുമായിട്ട് സഹവസിക്കാൻ വേണ്ടി. അതിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി. അപ്പൊ ആ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുക്കുക, അത് ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. ഈ ഉപമയുടെ ഒരു ആദ്യപടി അത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ബൈബിളിന്റെ ഒരു ഇതിവൃത്തം തന്നെ അതാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മെ വീണ്ടെടുക്കാൻ ദൈവത്തിൻ്റെ ഒരു പദ്ധതി. ഈ നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ തേടിയെത്തുന്ന ഇടയന്റെ മനോഭാവം വ്യത്യസ്തമാണ്. കാരണം പിന്നിട്ട വഴികൾ ഏതാണെന്ന് ഇടയന് കൃത്യമായിട്ട് അറിയാം. ഇതിൽ എവിടെയോ വെച്ചത് തെറ്റിപ്പോയി. അപ്പോൾ ബാക്കി 99നെയും ഉപേക്ഷിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. അത് കൃത്യമായിട്ട് അറിയാം. ഒരു സുരക്ഷിതമായ സ്ഥലത്താക്കിയിട്ട് ഉത്തരവാദിത്വ ബോധമുള്ള ഇടയൻ ആ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് ഇതിനെ തിരക്കി പോവുക. ഈ തിരക്കി പോകുമ്പോൾ കൂടെ ആരുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഏൽപ്പിച്ച യജമാനോടുള്ള അദ്ദേഹത്തിന് ഉത്തരവാദിത്വം, 2 ഞാൻ നടത്തിക്കൊണ്ടുവന്ന ആടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ട് അതിനോടുള്ള ഹൃദയംഗമായ സ്നേഹം, ഇത് രണ്ടും ഇടയൻ പ്രദർശിപ്പിക്കുക. തിരികെ ചെല്ലുന്നു. എനിക്ക് തോന്നുന്നു ഈ ഉപമയുമായി ബന്ധപ്പെട്ടൊക്കെ പിന്നീടുണ്ടായ ചിത്രീകരണങ്ങളിലൊക്കെ ഈ ആടിനെ തോളിൽ ഏറ്റിക്കൊണ്ടുവരുന്ന ഒരു ഇടയൻ്റെ ചിത്രമാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. കാരണം അത്രമാത്രം ഇടയൻ അതിനൊരു സ്നേഹമുണ്ട്. അത് കൊമ്പ് കാട്ടിൽ പിടിക്കപ്പെട്ട് കിടന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഴിയിൽ വീണ് കിടന്നോ എവിടെയുമാകട്ടെ അതിനെ ചെന്ന് തിരികെ കണ്ടെത്തുക. യഥാർത്ഥത്തിൽ ഈ തിരിച്ചു പോകുന്ന ഇടയന് അതിനെ കണ്ടെത്തിയേ പറ്റുള്ളൂ. ഇടയൻ്റെ ആഗ്രഹമാണ്. അലസനല്ല ഇടയൻ. ഇടയൻ അതിനെ കണ്ടെത്തി അതിനെ എടുത്തുകൊണ്ട് തിരിച്ചു വരികയാണ്. ഇതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ഇതൊരു സുവിശേഷീകരണ ഉപമയാണ്. കാരണം സുവിശേഷത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം, തത്വം എന്നൊക്കെ പറയുന്നത് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തിരികെ ദൈവത്തിങ്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സഭയിലേക്ക് ആളെ എത്തിക്കുന്നതല്ല സുവിശേഷം. ഏതെങ്കിലും സംഘടനയിലേക്ക് ആളെ എത്തിക്കുന്നതല്ല സുവിശേഷം. ക്രിസ്ത്യാനി എന്ന പേരിലേക്ക് ഒരുത്തനെ കൊണ്ടുവരുന്നതല്ല സുവിശേഷം. ഒരാളെ ക്രിസ്തു മതത്തിൽ ചേർക്കുന്നതും സുവിശേഷമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഒരു ഇടയൻ്റെ ശുശ്രൂഷ. നല്ല ഇടയനായ കർത്താവ് നമുക്കുണ്ട്. അപ്പോൾ തന്നെ നമ്മളിലും ആ ഒരു നിയോഗത്തെ കർത്താവ് തരുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ നമ്മുടെ അരികിലേക്ക് ആകർഷിക്കുകയല്ല. ഇതിനൊരു എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമുക്കത് ഇന്നത്തെ പരസ്യങ്ങളെല്ലാം നിങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ടാണ് പറയുന്നത്. കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കും. ഇതൊരു പരസ്യവാചകം മിക്കാറും. നമ്മുടെ യോഗങ്ങളിൽ പോലും ഇതൊക്കെ ഉണ്ട്. ഈ പുതിയ പുതിയ ഉൽപ്പന്നങ്ങളൊക്കെ വരുമ്പോഴും അതുപോലെ പഴയ ഓൾഡ് സ്റ്റോക്ക് വിറ്റഴിക്കുമ്പോഴും ഒക്കെ പല ഷോപ്പുകളുടെയും കടകളുടെയും ഒക്കെ ഫ്രണ്ടിൽ നമ്മൾ പരസ്യം കാണും. നിങ്ങൾ വന്നാൽ ഇന്ന കാര്യങ്ങൾ കിട്ടും. ഇതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലും നമ്മൾ ഇങ്ങോട്ട് മനുഷ്യനെ ആകർഷിക്കാനുള്ള തന്ത്രങ്ങളാണ് മെനയുന്നത്. അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമീകരിച്ചു വെക്കും. പണ്ട് നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് പറയും. വലിയ പോസ്റ്ററുകൾ നമ്മൾ സംഘടിപ്പിക്കും. മനുഷ്യനെ ഇങ്ങോട്ട് ആകർഷിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ ഇടയനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇവിടെ കാണുന്ന ഇടയൻ അങ്ങോട്ട് തിരക്കി ചെല്ലുക. യഥാർത്ഥത്തിൽ സുവിശേഷകൻ്റെ ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഇങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുവരികയല്ല, മറിച്ച് അങ്ങോട്ട് ചെല്ലുക എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ യെരുശലേമിൽ ഇവർ ഒരുമിച്ച് കൂടിയിരുന്ന് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. എല്ലാവരും സമ്പാദ്യം വിറ്റിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവെക്കുന്നു. അവരത് ഒരുമിച്ച് ഭക്ഷിക്കുന്നു. ഒരുമിച്ച് ഒരു സോഷ്യലിസം ഒക്കെ നടപ്പാക്കുന്നുണ്ട്. പക്ഷേ വലിയ പീഡനം, റോമൻ ചക്രവർത്തിമാരുടെ വലിയ പീഡനങ്ങൾ ഉണ്ടായപ്പോൾ സഭ ചിതറിയപ്പോൾ ഉണ്ടായ ഗുണം ഈ ചെന്നിടത്തൊക്കെ സുവിശേഷം പ്രചരിപ്പിക്കപ്പെട്ടു. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ ആ മനുഷ്യനെ തേടി നമ്മൾ അങ്ങോട്ട് ചെല്ലുക എന്നുള്ള വളരെ ഗൗരവമുള്ള സുവിശേഷ ദൗത്യത്തിനെ നമ്മെ പ്രേരിപ്പിക്കുന്ന, നമ്മെ മനസ്സിലാക്കി തരുന്ന ഒരു ഉപമയാണ് ഇവിടെ കാണാതെ പോയ ആടിൻ്റെ ഉപമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ കാണാതെ പോയ നാണയം ലൂക്കോസ് 15 പറയും. യഥാർത്ഥത്തിൽ ആ ഉപമയും അത് തന്നെയാണ്. അതിൻ്റെ കാരണം ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഒരെണ്ണം നഷ്ടപ്പെടുക എന്നുള്ളത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ഇത് ഏൽപ്പിച്ച ഒരാളുണ്ട് അവിടെയാണ്. ആ ഏൽപ്പിച്ച ആൾ തിരികെ വരുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കണം. അതൊരു ഉത്തരവാദിത്വം. യഥാർത്ഥത്തിൽ സുവിശേഷത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ് എന്ന് നമ്മെ ബോധ്യപ്പെടുന്ന ഉപമയാണ്. താലന്തുകളും ഒക്കെ ഇതിനോട് ബന്ധപ്പെടുത്തിയൊക്കെ നമുക്ക് പഠിക്കാവുന്ന ഉപമകളാണ്. ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുക. അതിലൊന്നുപോലും എന്ത് ചെയ്യരുത്, നഷ്ടപ്പെട്ടു പോകരുത്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല.
ഇതാണ് രണ്ടാമത്തെ ഉപമയുടെ ഒരു സാരമെന്ന് പറയാം. ഞാനതിനെ മൂന്നാമത്തെ ഉപമയെ കുറച്ചുകൂടെ വിശാലമായി പറയാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. ലൂക്കോസ് 15:11 മുതലുള്ള വാക്യങ്ങൾ യഥാർത്ഥത്തിൽ ഏറ്റവും പ്രസംഗിക്കപ്പെടുന്നൊരു ഉപമയാണ്. കാരണം നമ്മൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയ മകൻ എന്നാണ് ഞാൻ ആ ഉപമയ്ക്ക് പേര് പറഞ്ഞു. പക്ഷേ സ്വാഭാവികമായിട്ട് ആൾക്കാർ ഒന്ന് ധൂർത്തപുത്രൻ എന്നൊക്കെയാണ്. ചിലരെ കുറച്ചുകൂടെ കടന്ന് ആക്രമിക്കാറുണ്ട്, മുടിയനായ പുത്രൻ എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ട് ആ പേര് ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നൊരു പേരാണ്, മുടിയനായ പുത്രൻ. പക്ഷേ അപ്പൻ വേണമെങ്കിൽ മകനെ മുടിയനായ പുത്രൻ എന്ന് പറയും. പക്ഷേ നാട്ടുകാർ പറയാൻ ഒരു അപ്പനും എന്ത് ചെയ്യാറില്ല, സമ്മതിക്കാറില്ല. അത് അപ്പൻ്റെ മനസ്സെങ്ങനെ. ഇപ്പം എനിക്കും 2 ആൺകുട്ടികളും, അവർക്ക് എന്തോ കുഴപ്പമുണ്ടെങ്കിലും എനിക്കെന്തെങ്കിലുമൊക്കെ പറയാം. പക്ഷെ നാട്ടുകാരാണെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഞാനത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. എന്നതുപോലെ ഈ അപ്പൻ്റെ മനസ്സ്, മകനോടുള്ള മനസ്സ്, സുവിശേഷത്തിൻ്റെ അന്തസത്ത വെളിപ്പെടുത്തുന്ന രൂപമയാണ്. വിമർശിക്കാൻ എല്ലാവർക്കും പറ്റും. ഈ മകൻ തിരിച്ചു വരുമ്പോൾ വിമർശിക്കാൻ ഒത്തിരി പേരുണ്ട്. പക്ഷേ അപ്പന് വിമർശനമൊന്നുമില്ല. അപ്പൻ ഇവനെ കാത്തിരിക്കുകയാണ്. ഒരാൾ പിന്മാറിപ്പോകട്ടെ, ദൈവത്തിൽ നിന്ന് അകന്നു പോകട്ടെ, അവൻ തിരികെ വരുമ്പോൾ അവനെക്കുറിച്ച് പറയാൻ നമുക്ക് ഒത്തിരി 100 നാവുകളുണ്ട്. ഇപ്പം നമ്മൾ ഈ കണ്ടംപററി ആയിട്ട് പറഞ്ഞാൽ, ആനുകാലികമായിട്ടൊക്കെ നമ്മൾ പറഞ്ഞാൽ, ഒരാൾ തെറ്റിപ്പോൾ ഒരു പ്രഭാഷകനാകട്ടെ എന്തെങ്കിലും വിധത്തിലൊക്കെ ഒരു അലിഗേഷനൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട്, പുള്ളി മാറി നിൽക്കട്ടെ, അല്ലെങ്കിൽ അത് ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവരെ മാറ്റി നിർത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യും. നമ്മളൊരു 100 പേരോട് പറഞ്ഞ് ഇവർക്ക് പറ്റുമെങ്കിൽ അവരെ ഏതെങ്കിലും വിധത്തിൽ തകർക്കാനൊക്കെ ആയിട്ട് നോക്കും. പക്ഷേ അപ്പൻ എന്ന് പറയുന്നതൊരു വ്യത്യസ്തമാണ്. ദൈവം ആ മനുഷ്യനെ നന്നായിട്ട് അറിയുന്നുണ്ട്. കാരണം ഈ വരുന്ന മകനെ കാണുന്ന വേലക്കാർക്കോ അവൻ്റെ ജ്യേഷ്ഠനോ അവരുടെ പ്രിയപ്പെട്ടവർക്കൊന്നും ഇവനുണ്ടായ വ്യത്യാസം അറിയത്തില്ല. പക്ഷെ ഇവൻ ആ പന്നിക്കൂട്ടിൽ വെച്ച് തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോവും. അവൻ അവിടെ വെച്ച് മാനസാന്തരപ്പെട്ടതാണ്. അവന് തിരിച്ചു വരാനുള്ള ആഗ്രഹമുണ്ടായി. അവൻ ഒരിക്കൽ തിരിച്ചു വരുമെന്ന് കരുതിയിരിക്കുന്ന അപ്പനെ സംബന്ധിച്ച് അവൻ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തിയത് അപ്പന് വിഷയമല്ല. അവൻ കാണിച്ച ധൂർത്ത് അപ്പന് വിഷയമല്ല. അവൻ എന്തൊക്കെ തെറ്റ് ചെയ്തോ, എന്തൊക്കെ പാപപ്രവർത്തികൾ ചെയ്തു, ഇതൊന്നും അപ്പന് വിഷയമല്ല. അപ്പൻ ഒരൊറ്റ കാര്യമുള്ളൂ, അവൻ മടങ്ങി വന്നു എന്നുള്ളതാണ്. അതാ സുവിശേഷത്തിൻ്റെ ശക്തി. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചല്ല, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എന്തായിരുന്നു, എങ്ങനെയാകുന്നു എന്നൊരു വ്യക്തിയെക്കുറിച്ച് വിശകലനം ചെയ്ത് അതിനെക്കുറിച്ച് ഒരു പ്രബന്ധം തയ്യാറാക്കി അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളെ കണ്ടുപിടിച്ചിട്ട് ഇവനെ ദൈവവേലയ്ക്ക് കൊള്ളാമോ, ഇവനെ ക്രിസ്ത്യാനിയാക്കാൻ പറ്റുമോ, ഇവൻ സ്വർഗത്തിൽ പോകുമോ എന്നൊന്നും തീരുമാനിക്കുന്ന ആളല്ല ദൈവം. അതല്ല സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം ഒരു മനുഷ്യൻ്റെ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് പറയാനല്ല, അവൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചെടുക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് സുവിശേഷം. പിന്നീടുള്ളവൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിള് വിശദീകരിക്കുന്നത്. മുൻകാലങ്ങൾ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് കണക്കിലെടുത്താൽ ഒരിക്കലും ആർക്കും ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാനായിട്ട് കഴിയില്ല. ഇവിടെ ഈ ഉപമയിൽ രസകരമായ ചില സന്ദർഭങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന് ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. ഈ ജ്യേഷ്ഠ സഹോദരൻ വയലിലെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ വീട്ടിലെ ഉത്സവമൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇവന് ഭയങ്കര അസ്വസ്ഥതകൾ ഉണ്ടാകാറ്. ഞാൻ പറയാറുണ്ട്, അവൻ ഈ അടുക്കള വശത്ത് വന്ന് നിന്നിട്ട് അവിടുത്തെ വേലക്കാരോടൊക്കെ ചോദിക്കും, അവിടെ എന്താ പ്രശ്നം, എന്താ വിഷയം, എന്താ അവർ നിന്റെ സഹോദരൻ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവന് നേരെ മുൻവശത്തേക്ക് വന്ന അപ്പനോട് ഈ കാര്യം ചോദിക്കുക, എന്താ അപ്പം ഇവിടെ നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിക്കാൻ അവന് മടിയാണ്. അവൻ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അവനൊരു പരാതിയുടെ കൂമ്പാരം പറയുന്നുണ്ട്. ഞാൻ കുറച്ച് നാളായിട്ട് അപ്പനെ സേവിക്കുന്നുണ്ട്, ഈ കൃഷിയിടങ്ങളിൽ പണിയെടുക്കും, എല്ലാ കഷ്ടപ്പാടും എൻ്റേതാണ്. പക്ഷെ അപ്പൻ അതൊന്നും വിഷയമല്ല. അപ്പൻ ഇപ്പോൾ ഇതെല്ലാം കളഞ്ഞേച്ചു വന്നവനോടാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ ആരെയും വിധിക്കാനായിട്ട് പറ്റില്ല. കാരണം നിനക്കുള്ളതെല്ലാം അവിടെയുണ്ട്. നിന്റെ ഒന്നും അപ്പൻ അപഹരിച്ച് ഈ മകന് കൊടുക്കുന്നില്ല. പകരം അപ്പനും മകനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, അതിൻ്റെ ആഴം അളക്കാനോ അതിൻ്റെ കരുത്ത് തിരിച്ചറിയാനോ മകന് പറ്റുകയില്ല, അപ്പനെ പറ്റത്തുള്ളൂ. ഞാനെപ്പോഴും പറയാറുണ്ട്, എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ പ്രായമായ അപ്പച്ചൻ വീട്ടിൽ ഒരുപക്ഷെ കൊച്ചുമക്കളൊക്കെ ആയി, എന്നാലും മകൻ സന്ധ്യ കഴിഞ്ഞ് വരാൻ ഒന്ന് താമസിക്കുമ്പോൾ മരുമോട് ചിലപ്പോൾ ചോദിക്കും, അവൻ എന്തേടി എന്ന് ചോദിക്കാറുണ്ട്. ഭാര്യ ഉണ്ടായി ചോദിക്കും, അവൻ എന്തേ വന്നില്ല ഇത്ര നാൾ. അപ്പം സ്വാഭാവികമായിട്ട് അവർ പറയും, അവൻ കൊച്ചല്ലല്ലോ, അവൻ വരട്ടെ, അവന് വന്നോളൂ, കുറച്ച് കഴിയുമ്പോൾ അവൻ വരും. പിന്നെയും അപ്പം ചോദിച്ചുകൊണ്ടേ ഇരിക്കും, ഇടയ്ക്കെല്ലാം ചോദിക്കും, അവൻ വന്നില്ല, എന്താ താമസിക്കുന്നത്, നീ ഒന്ന് വിളിച്ച് ചോദിക്കുക എന്നൊക്കെ പറയും.
അപ്പം ചിലപ്പോൾ ഈ മരുമക്കൊക്കെ ഇഷ്ടപ്പെടത്തില്ല. അവർ ഈ അപ്പച്ചൻ തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അദ്ദേഹത്തിന് അതിൻ്റെ കാര്യം നോക്കിയാൽ പോരെ, ഇത്രയും പ്രായമായ ഈ മനുഷ്യൻ എവിടെ പോയെന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ട്, വന്നോളൂ. പക്ഷെ ഈ പറയുന്ന ആർക്ക് ഈ അപ്പൻ്റെ മനസ്സറിയത്തില്ല. അപ്പൻ എന്നും ഇവൻ മകനാണ്. അതാ, ഒരിക്കലും ഇയാൾ എത്ര വലിയ മനുഷ്യനായാലും എത്ര പ്രായമായാലും, ഒരുപക്ഷെ ഒരു 100 വയസ്സുള്ള അപ്പച്ചന് ഒരു 80 വയസ്സുള്ള മകനുണ്ടെങ്കിലും ആ 80കാരനും ഈ 100 വയസ്സുകാരനായ അപ്പനെ സംബന്ധിച്ച് മകനാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അപ്പനും മകനും തമ്മിലുള്ള സ്നേഹം എപ്പോഴും നഷ്ടപ്പെട്ടു പോയ മകൻ മടങ്ങി വരാൻ വേണ്ടി കാത്തിരിക്കുന്ന യഥാർത്ഥത്തിൽ വളരെ ഹൃദയംഗമായ ഒരു രംഗമാണ് അവിടെ കാണുന്നത്. കാരണം അപ്പനിങ്ങനെ കാത്തിരിക്കുക. ഇതിൻ്റെ കുറേ ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്, എൻ്റെ കുറേ റിച്വൽസൊക്കെ ഉണ്ട്. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ കാണാതെ പോകരുത് നമ്മളൊരു കാര്യം. ഇനി മകന് വേണ്ടി കാത്തിരിക്കുന്ന, വിങ്ങുന്ന ഹൃദയവുമായി കാത്തിരിക്കുന്ന അപ്പൻ. ഒരുപക്ഷെ പലരും ഈ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഓരോ സമയത്ത് പോകുമ്പോഴും ഉമ്മറപ്പടിയിൽ ചാലുകശാലയിൽ കാലും നീട്ടിയിരിക്കുന്ന അപ്പൻ ഓരോ മനുഷ്യനും കടന്നു പോകുമ്പോൾ എൻ്റെ മകനാണോ എന്ന് എത്തി നോക്കാറുണ്ടായിരുന്നു. കാരണം അവൻ ഒരിക്കൽ തിരിച്ചു വരും എന്ന ശുഭപ്രതീക്ഷ അപ്പനുണ്ട്. സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തത എല്ലാ മനുഷ്യനും ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഈ അപ്പൻ്റെ മനസ്സാണ് പിതാവായ ദൈവത്തിന്. ക്രൂരമായി മകനെ മർദ്ദിക്കുന്ന അപ്പനായിട്ടല്ല, എത്ര അടിച്ചാലും വഴക്ക് പറഞ്ഞാലും നഷ്ടപ്പെട്ടു പോയാൽ അവനെ തിരിച്ചു കിട്ടണം എന്നുള്ള പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന അപ്പൻ്റെ മനസ്സുണ്ടല്ലോ, അതാണ് ദൈവത്തിൻ്റെ മനസ്സ്. ആ മനസ്സാണ് സുവിശേഷം. ആ സുവിശേഷത്തെ വിശദീകരിക്കുന്ന 3 ഉപമകളാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ ഉപമകൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം. നമ്മളെവിടെ കിടന്നു അവിടെ നിന്ന് നമ്മളെ താങ്ങിയെടുക്കുന്ന, ഒന്നേ ഉള്ളൂ പോട്ടെ എന്ന് കരുതി കളയാതെ അത് തൂത്തുവാരി അതിൽ നിന്ന് കണ്ടെടുക്കുന്ന, പിന്നെ കാത്തിരിക്കുന്ന അപ്പൻ. അപ്പം തിരികെ എടുക്കുന്ന, ശേഖരിക്കുന്ന, കാത്തിരിക്കുന്ന അപ്പൻ. അതാണ് സുവിശേഷത്തിൻ്റെ കരുത്ത്. ആ സുവിശേഷത്തെ അംഗീകരിക്കുകയും ആസ്വദിക്കുകയും ചെയ്തവർക്ക് അതിൻ്റെ വില മനസ്സിലാകും. അപ്പൻ്റെ സ്നേഹം തിരിച്ചറിയും. അപ്പൻ്റെ സ്നേഹം ആസ്വദിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ പണമുള്ള കാലത്ത് ആസ്വദിക്കാത്ത ആ സ്നേഹമാണ് പിന്നീട് നമ്മൾ ആസ്വദിക്കുന്നത്. അതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് തിരികെ ചെല്ലുമ്പോൾ സാരമില്ല എന്ന് പറഞ്ഞ് നമ്മെ ചേർത്ത് പിടിക്കാൻ ലോകത്തൊരൊറ്റ ആൾക്കേ കഴിയത്തുള്ളൂ, അത് നമ്മുടെ അപ്പന്. കാരണം അപ്പൻ്റെ വിയർപ്പ്, അപ്പൻ്റെ കഷ്ടപ്പാടുകൾ. ഒരാൾ ഒരിക്കൽ പറഞ്ഞ പോലെ അപ്പൻ ഉരുകുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു മോട്ടിവേഷൻ സ്പീക്കർ സംസാരിച്ച് ഞാനിപ്പോൾ ഓർക്കും. അപ്പൻ ഉരുകുന്നത് കണ്ടിട്ടുണ്ടോ? ഓരോ മാസവും അവസാനിക്കുമ്പോൾ സ്കൂളിലെ പൈസ അടയ്ക്കാൻ, ബില്ലടയ്ക്കാൻ, കറണ്ട് കാശടയ്ക്കാൻ, അതുപോലെ അക്ഷരാർത്ഥത്തിലൊക്കെ ഈ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന, മേസ്തിരിപ്പണി ചെയ്യുന്ന, കമ്പിപ്പണി ചെയ്യുന്ന, തൊഴിൽ മറ്റിടങ്ങളിൽ വയലുകളിൽ പണിയെടുക്കുന്നവർ ഈ കത്തിക്കാളുന്ന സൂര്യൻ്റെ കീഴെ ഉരുകുന്നത് അക്ഷരാർത്ഥത്തിൽ കണ്ടിട്ടുണ്ട്, മാനസികമായി ഉരുകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ ഉരുകാലും അപ്പൻ്റെ ആഗ്രഹം ഈ മകൻ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളതാണ്. എപ്പോഴും അപ്പൻ പറയും എന്നെപ്പോലെ ആകരുത് എൻ്റെ കുഞ്ഞ് എന്ന് പറയും. അതാണ് അപ്പൻ്റെ മനസ്സ്. നമ്മുടെ ദൈവത്തിൻ്റെ മനസ്സ് അങ്ങനെയാണ് കേട്ടോ. ആ ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനും അവനെ അറിയാനും ഒക്കെ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് തന്നെ അനുഗ്രഹമാണ്. ഈ സുവിശേഷ ഉപമകൾ നമ്മളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുക. അപ്പോൾ തന്നെ യേശുവിനെ അറിയാത്തവരെ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ആനയിക്കാനുള്ളൊരു ദൗത്യം കൂടെ നമുക്കുണ്ടാകട്ടെ എന്ന് ഹൃദയം കൊണ്ട് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. താങ്ക് യു.